നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഇറാൻ ഇസ്രായേൽ യുദ്ധമൊന്നും നമ്മൾ പറയുന്നില്ല. ഇന്ന് നമ്മൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരം അനുസരിച്ച് UDF നേതാക്കളോട് അത് അറിയിക്കുകയാണ്. കാരണം UDF നില അത്ര ഭംഗിയല്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ മുരളീധരൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി സർവ്വസന്നായിട്ട് വന്ന് BJPയുടെ കയ്യിലേക്ക് കോർപ്പറേഷൻ കൊടുത്തുപോലെ, മണ്ടന്മാരിൽ കൊടുത്തുപോലെ സതീശൻ കളിച്ച് അവസാനം LDFയുടെ കയ്യിലേക്ക് ഭരണം കൊടുക്കാനാണ് പോകുന്നത്. എൻ്റെ കാര്യം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യയിലെ മുന്നണി. ഈ അടുത്ത ദിവസം ബീഹാറിൽ കഴിക്കൽ കൂടാതെ ബീഹാറിൽ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തി ബലമായിട്ടും ശബ്ദിക്കാൻ പറ്റാതെ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി. അങ്ങനെ നിസ്സഹായം നിൽക്കും ആ പ്രതിപക്ഷ പാർട്ടി, ഭരണകക്ഷിയുടെ പാർട്ടി പ്രതിപക്ഷ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സഹായിക്കേണ്ട ആവശ്യമുണ്ടായില്ലേ? ഈ രാഹുൽ ഇവിടെ പോയിരുന്നു, ഗാർഗി ഇവിടെ പോയിരുന്നു. ഏകപക്ഷമായിട്ട് BJP കൈയടക്കില്ലേ? ആ പാവം മനുഷ്യനെ മിണ്ടാൻ പറ്റ ദിവസത്തിൽ, അവധി ദിവസത്തെ തലേ ദിവസം മിണ്ടാൻ പറ്റി എഴുതി വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായിട്ട് വന്നത് BJP പാർട്ടി ഓഫീസിൽ പറഞ്ഞ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ശൈലിയില്ല. ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചോ രാഹുലിന്, കോൺഗ്രസ് നേതൃത്വത്തിന്? നിങ്ങൾ എങ്ങനെ BJP താഴെ ഇറക്കും? ഒരിക്കലും സാധിക്കില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ കത്തോലിക്ക കോൺഗ്രസിന് ഒരിക്കലും ഇന്ത്യയിൽ BJP സഹായം സാധിക്കില്ല. കാരണം അവർ ആൾക്കൂട്ടാണ് കാണുന്നത്. ഞങ്ങൾ പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താണ് കോൺഗ്രസ് വിരോധം കാണിക്കുക? കോൺഗ്രസ് വിരോധമല്ല, സഹിക്കാൻ പറ്റുന്നുണ്ടാ. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അന്ന് അതിൽ ആൾക്കൂട്ടം ഉണ്ടായി. മോഡി പോയി അതിൽ ആൾക്കൂട്ടമില്ല, കസേര ഫ്രീ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വോട്ട് വന്നപ്പോഴും BJP കിട്ടി. അതിനർത്ഥം ആൾക്കൂട്ടം ഉണ്ടാക്കുന്നല്ലാതെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് അത് കഴിഞ്ഞ സംഭവം വടക്കേ, നമ്മുടെ കേരളത്തെ കാര്യം, ഈ SIR മുഖേന 3.5 കോടി 4, അതിൽ 10% 35 ലക്ഷക്കണക്കിന് വോട്ടർമാർ പോയിട്ടുണ്ട്. അതിലും 90% വോട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കിട്ടേണ്ട വോട്ടാ. അങ്ങനെ കളഞ്ഞ ഓരോ വാർഡിലും 3000, 4000 വെച്ച് വോട്ട് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ചേർക്കാൻ സംവിധാനം ഉണ്ടല്ലോ, അത് BJPയുടെ ഗ്രൂപ്പും ആയിരക്കണക്കിന് ആൾക്കാർ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങൾ ചെയ്ത്, മഹാരാഷ്ട്ര ഇതുപോലെ കേൾക്കുകയാണ്. ഇത് ഈ LDF UDF ശ്രദ്ധിക്കണ്ടോ? ഗുരുവായൂർ തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 10,000 വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഇടത് വലുത് മുഞ്ഞുകൾ നിങ്ങളുടെ എവിടെ വായി വിളിച്ചിരുന്നു? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ BJP ജയിക്കാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പ്രശ്നം തീർന്നു. എന്താ കുഴപ്പം? രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, ജനീഷയുടെ പാർട്ടിയല്ലേ, BJP ഭരിക്കട്ടെ. ഈ BJP എതിര് പറയും ഉള്ളുകൊണ്ട് കണ്ട് ഈ ആപ്പ് വയ്ക്കുന്നത്. മറ്റൊരു ഭാഷയായിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സംസ്കാരത്തില്ല, അത് വേണ്ട. ഇതിൽ ഈ 2 ബൂത്തിൽ ഈ കള്ളന്മാരിരുന്നില്ല, ഏജന്റുമാർ ബൂത്തിൽ പാർട്ടികളുടെ 2 പാർട്ടി ആരെങ്കിലും ഒരു കള്ളവോട്ടോ പരിചയത്ത വന്നാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എതിർത്തോ? ഏത് വോട്ട് ചലഞ്ച് ചെയ്തോ? ഒരു വോട്ട് ചലഞ്ച് ചെയ്തോളൂ. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വോട്ട് ചലഞ്ച് ചെയ്തില്ല, ശരിയല്ലേ? കാരണം വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, ഈ മുരളീധരത്തിന് ഒരു ചുക്കും മനസ്സിലാകുന്നില്ല. 10 സീറ്റ് മാത്രമുള്ളൂ. ഞാൻ അതിന് വീണ്ടും പറയണം, ഈ കള്ളന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കോൺഗ്രസ്സുകാർക്ക്, ലീഗ് ഉൾപ്പെടെ. 10 സീറ്റ് മാത്രം നിലവിലുണ്ടായിരുന്ന ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഭരിക്കണമെങ്കിൽ 52 സീറ്റ് വേണമെന്നിരിക്കെ ബാക്കി 42 സീറ്റ് പിടിക്കണം. ഈ കണക്ക് സിമ്പിളായി കണക്കാണ്. ഇത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെക്രട്ടറി കുട്ടികൾക്ക് അതിന് നടക്കാത്. എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാകുന്നില്ല? അപ്പോൾ അവരൊന്നും അധ്വാനിച്ചുണ്ടാക്കില്ല. അച്ഛൻ്റെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരൻ വോട്ടും വാങ്ങി അധികാരത്തിൽ കയറി സമ്പാദിച്ച് കോടി ഉണ്ടാക്കുക. അവരൊന്നും അധ്വാനിച്ചിട്ടില്ല. ഈ മുള്ളിനൊക്കെ ജയിലിൽ കിടന്നുണ്ടോ? അധ്വാനിച്ചിട്ടുണ്ടോ? 10 ബൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും കൂടുന്നത് പോയി പ്രസംഗിച്ച് പോരുന്നല്ലാതെ. അപ്പോൾ 10 സീറ്റുള്ളൂ. അപ്പോൾ 52 സീറ്റ് വേണം. അപ്പോൾ ഈ 10 സീറ്റ് ഇത് വീണ്ടും പറയുന്ന വെച്ചാൽ ഇവർ മനസ്സിലാക്കാത്തതാണ്. 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കി 42 സീറ്റ് പിടിക്കണം. ഈ 42 സീറ്റ് എവിടുന്ന് കിട്ടൂടോ മുരളി? നിങ്ങൾ എവിടെ നിന്നാണ് ശൂന്യതയിൽ കൊണ്ടാന്ന് വെച്ചോ?
BJP-യുടെ ഒറ്റ സീറ്റിലും തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അവർ 10 സീറ്റ് കൊണ്ടുപോകും. അത് അഡ്ജസ്റ്റ് ചെയ്തവിടെ. അതിന് അവർ 15 സീറ്റിൽ, അവർ ജയിച്ച 15 സീറ്റിൽ എത്ര എന്തോ 800 വോട്ടുള്ളൂ. അപ്പുറത്ത് 9,000-10,000 രൂപ വോട്ടുണ്ട്. അപ്പോൾ അവർക്ക് ജയിക്കാൻ ഒരു 15 സീറ്റ് ഒരു വാർഡ് ഒപ്പിച്ചുണ്ടാക്കി. അതവിടെ LDF UDF മിണ്ടിയില്ല, സപ്പോർട്ട് ചെയ്ത്. കോഴിക്കോട്, തൃശ്ശൂർ കള്ള വോട്ടുണ്ടാക്കി, ലക്ഷം കള്ള വോട്ടുണ്ടാക്കി. അപ്പോൾ ഈ കള്ളന്മാരൊന്നും മിണ്ടിയില്ല. അപ്പം പിന്നെ നടക്കുന്നത് CPM-ന്റെ 42 സീറ്റ് CPM-ൽ നിന്ന് പിടിക്കണം. 40 സീറ്റ് CPM പിടിക്കാൻ പറ്റുമോ? 10 സീറ്റ് പിടിച്ചു, ശരിയാണ്. അത് പിടിക്കാനോ? അങ്ങനെ വരുമ്പോൾ CPM ഭരിക്കട്ടെന്ന് ചോദിക്കണം. അതിനാണ് അടവ് നയമാണ്. അത് ചെയ്തില്ല. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും അതിനായിട്ട് കേരളത്തിൽ BJP അല്ലേ ഭരിക്കാൻ പോകുന്നത്. BJP ഭരിക്കാമല്ലേ, LDF കൊടുക്കാൻ പോണത്. ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞാൽ 100 കോടിയുടെ അഴിമതി നടത്തിയ ഒരു ചന്ദ്രശേഖരുണ്ട്. അത് ചന്ദ്രശേഖരൻ നായരുന്നുണ്ട്. കൊല്ലത്തിന് കൊടുത്തരാം 100 കോടി അഴിമതി. അല്ലെങ്കിൽ CAT-ക്കാരും മറ്റേ INTUC ഒരുമിച്ച് ആ കേസ് തള്ളിപ്പോയി. അത് കണ്ടുകൊണ്ടാണ് സ്പെഷ്യൽ CBI അല്ലെങ്കിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് കിട്ടി ഇങ്ങനെ വിഷയമുണ്ട്. അത് നമ്മുടെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് രാജിവെപ്പിച്ചിട്ട് കൊല്ലത്ത് മത്സരിക്കാൻ പോകണം. കൊല്ലത്ത് അത് 3-3.5 വർഷം കൊല്ലത്ത് സർവാധിപത്യ കളക്ടറേറ്റ് നിന്നാണ്. ഒരു പക്ഷെ പൊങ്ങി പോകുന്നില്ല. ഗോപാലകൃഷ്ണൻ ഇരിക്കില്ല. കാരണം 100 കോടിയുടെ അഴിമതി അണ്ടി ഇറക്കുമതി ചെയ്യല്. 100 കോടി. ഇവിടെ പത്രമാധ്യമങ്ങൾ ശരിക്കും എഴുതിയാണ്. അവസാനം ഒരു CAT കമ്മ്യൂണിസ്റ്റ് CAT-യും INTUC ഒരുമിച്ചായിട്ട് പങ്കിട്ടെടുത്ത് അതിൽ 4-5 കോടി എടുത്ത് സീറ്റും വാങ്ങിച്ചു. അവർ ജയിക്കുന്ന പ്രശ്നമുണ്ട്. അതൊന്ന്. ഒരു KC ജോസഫ് 35-40 വർഷക്കാലം അവിടെ MLA ആയിട്ട് വോട്ടേജ് ലിസ്റ്റ് പോലും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും കോട്ടയത്ത് കിടക്കാം വോട്ടേജ് ലിസ്റ്റ്. സീറ്റ് കൊടുത്തേക്കാന്നാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, പുറത്ത് നിൽക്കുന്ന യുവാക്കളിൽ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. 2 ടേബിൾ കൂടുതൽ ജയിച്ചവരെയും 60 വയസ്സ് കഴിഞ്ഞവരെയും മാറ്റി നിർത്തി പാർട്ടി നോക്കാതെ തന്നെ അവർ അവോയ്ഡ് ചെയ്യും. അവർക്ക് വോട്ട് ചെയ്യില്ല. ഏത് പാർട്ടിയാണെങ്കിലും 2 പ്രാവശ്യം കൂടി ജയിച്ചവർ, 60 വയസ്സ് കഴിഞ്ഞവർ, ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർ പാർട്ടിയോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവർ അവോയ്ഡ് ചെയ്യും. അവർക്കെതിരെയുള്ള ആൾക്ക് വോട്ട് ചെയ്യും. കാരണം നിങ്ങൾ എന്താണ് UDF മനസ്സിലാക്കിയിരിക്കുന്നത്? കുഞ്ഞാക്കാനെയും പിന്നെ തങ്ങളെയും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് 40% മുസ്ലിങ്ങൾ വോട്ട് നിങ്ങൾ കിട്ടുന്ന പഠിക്കണം. ഞങ്ങളുടെ ഗ്രൂപ്പ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ CP ജോൺ ഏതാണ്ട് ഇട്ടുവാണ്ടത്ത് ഉറപ്പായി ആകട്ടെ. CP ജോൺ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതറിയോ, 100 വോട്ട് വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ നായരുടെ 1 വോട്ടാണ് UDF കിട്ടുന്നത്. നായരുടെ 1 വോട്ടാണ് LDF കിട്ടുന്നത്. 100 വോട്ടർ വന്നു ഈഴവൻ്റെ വോട്ട് 1 വോട്ടാണ് UDF കിട്ടുന്നത്. BJP 1 വോട്ടേ കിട്ടുള്ളൂ. ബാക്കിയുള്ള വോട്ട് 20-21 വോട്ടും അവർക്ക് മറ്റേ LDF പോവും. ക്രിസ്ത്യൻ സമുദായത്തിൽ അത് 100 പേര് ചെയ്യുമ്പോൾ 5 വോട്ടാണ് കിട്ടുന്നത് കോൺഗ്രസ്സിന്. വരും തെളിവിലൊക്കെ. അങ്ങനെ ഇത്രയും വോട്ട് കിട്ടി നിങ്ങൾ എങ്ങനെ ഭരണം പിടിച്ചെടുക്കും? ഇന്നൊരു മഹാന് പറഞ്ഞു, ജോസഫ് ഗ്രൂപ്പ് 10 സീറ്റാണ്, കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല. ആ 10 സീറ്റ് കുറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായം പിണങ്ങുമെന്ന്. ഇവിടെ നിങ്ങൾ ക്രിസ്ത്യൻ സമുദായം പിണങ്ങ് പറയുമ്പോൾ എത്ര പേരുണ്ട് കേരളത്തിൽ? 15% ആകെ. അല്ല 5% കണ്ണൂർ ക്രിസ്ത്യനാണ്, ബാക്കി 10% ഉള്ളൂ. 10% പിണക്കും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുണ്ട്. പക്ഷേ ഈ 40% പിണക്കും നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല. ഇപ്പം 31 പേര് ലിസ്റ്റ് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിച്ചില്ല പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് അവിടെ ആകെ വന്നിട്ടുള്ളൂ, സിദ്ദിഖിൻ്റെ പേര്. 31 സിദ്ദിഖിൻ്റെ ഒരു പേരേ വന്നിട്ടുള്ളൂ. ഉള്ള കളിച്ചുകൊണ്ടാണല്ലോ വ്യക്തമായിട്ട് ശക്തമായിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരും 2 പ്രാവശ്യം ജയിച്ചവരും ഏത് ജാതിയാണ്, ഏത് പാർട്ടിയാണെങ്കിലും, ഏത് മുന്നണിയിലാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാതെ അവർക്കെതിരെ നിൽക്കുന്നവർ അവർക്ക് വോട്ട് ചെയ്ത് നിൽക്കുക. നീ BJP ആണെങ്കിൽ പോലും എതിരെ നിൽക്കുന്നത് അവരാണെങ്കിൽ 2 മുന്നണി അവർക്ക് വോട്ട് ചെയ്ത് വെച്ചേക്കാം. യുവാക്കൾ അനീതിക്ക് പെരുത്താൻ വേണ്ടി അത് എല്ലാ വയസ്സന്മാരും, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, മറ്റു രാമേന്ദ്രൻ, ഇവർക്ക് വീട്ടിൽ 40-60 വയസ്സ് താഴെയുള്ളവർ 40 എടുക്കൾ കൊടുക്കണമെന്നേ. അതിൽ മുസ്ലിം രാജ്യം വേണം, കൊടുത്തിട്ടില്ല. എന്ത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ 110 സീറ്റ് കിട്ടും എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിൽ? ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഡൽഹി കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു, 10 സീറ്റ് നിലവിലുണ്ട്, ബാക്കി 42 സീറ്റ് വേണം. അതുപോലെ കേരളത്തിൽ അസംബ്ലിയിൽ 41 സീറ്റാണ്. വയനാടിൽ നിലമ്പൂർ കിട്ടിയപ്പോൾ 42ആയി. 42 സീറ്റ് നിലനിർത്തുകയും വേറൊരു 38 സീറ്റ് പിടിക്കുകയും 80 സീറ്റിലെ ഭരണം മുന്നോട്ട് പോകുള്ളൂ.
അപ്പോൾ ഈ 42 സീറ്റ് നിലനിർത്തുകയും 38 സീറ്റ് പിടിക്കുകയും ചെയ്യണം. സതീഷ് കേൾക്ക്, ഞാൻ ഉള്ളിയോട് പറയുമ്പോൾ സതീഷാണ്, നിങ്ങൾ എവിടുന്നാണ് ഈ 30 സീറ്റ് പിടിക്കുന്നത്? നിങ്ങൾ സതീഷ് വലിയ പൊങ്ങച്ചം വേണ്ട. കഴിഞ്ഞ ഇടക്കാലത്ത് ജയിച്ചപ്പോൾ അല്ലേ ഞങ്ങൾ ജയിച്ചു? ഇടക്കാലത്ത് ജയിച്ചപ്പോൾ നിങ്ങൾ കോൺഗ്രസ് ആണ് സീറ്റല്ലേ ഇത്? കമ്മ്യൂണിസ്റ്റ് സീറ്റ് പിടിച്ചാ? ഉമ്മൻചാണ്ടി ഏത് സീറ്റാണ്? കോൺഗ്രസ് അല്ലേ? തൃക്കാക്കര കോൺഗ്രസ് അല്ലേ? പിന്നെ വേറൊന്നുണ്ട്. പിന്നെ നിങ്ങൾ നിലമ്പൂരാണ് ആകെ ഉള്ളത്. നിലമ്പൂർ 50,000 വോട്ട് പിടിച്ചില്ലെങ്കിൽ എന്തായിരുന്നു അവിടെ അവസ്ഥ? പുതിയതായിട്ട് ഏതെങ്കിലും സീറ്റ് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? പുതിയതായിട്ട് ഏതെങ്കിലും സീറ്റ് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? സതീഷോട് ചോദിക്കാണ്. ഒട്ടിക്കോശി വലിയ നിങ്ങൾ ആൾക്കൂട്ടുണ്ടാക്കാണ്. ആൾക്കൂട്ടം നിങ്ങളുടെ പേരും പിന്നെയും വേണം. നിങ്ങൾ ഫ്ലെക്സൊക്കെ ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ നിറയണൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. വോട്ട് ഉണ്ടാകണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വെക്കണം. ഞാൻ 4 പോയിന്റ് പറഞ്ഞു. പണ്ട് 3 പോയിന്റ് ആവുള്ളൂ, ഇപ്പം 4 പോയിന്റ്. ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കുക, അവർ കൂടെ വോട്ട് ചെയ്യിക്കുക. ആ വോട്ട് എണ്ണുന്നവരും കട്ടുപോകാതിരിക്കാൻ വേണ്ടി അത് എണ്ണി സ്ഥാനമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് കാത്തിരിക്കുക. 4 പോയിന്റ് ഇടണം. ഇത് 4 നിങ്ങൾ ആൾക്കൂട്ടിനാക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അത് അനുഭവം ഗുരു എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മറ്റേ മുലായത്തിൻ്റെ മകൻ പോയ സ്ഥലത്തൊക്കെ ആൾക്കാരാണ് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല. സത്യമല്ലേ? മോഡിയുടെ യോഗത്തിൽ കസേര കാലിയാണ്, ആളുണ്ടായില്ല. റിസൾട്ട് വന്നതേ അവർ ആൾക്കൂട്ടലുണ്ടാക്കിയത്. അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത് വോട്ട് ചെയ്യിച്ചു. SIR വെച്ചിട്ട് എത്ര വോട്ട് പോയി, ആരെ വോട്ടാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വോട്ടെങ്കിലും ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ബൂത്ത് അടിച്ചാൽ നിങ്ങൾ പ്രവർത്തനം നടത്തിയോ? ഇപ്പം നിങ്ങൾ ഈ കാസർഗോഡ് വലിയ ജാഥ അയച്ചല്ലോ. എത്ര കോടി മുടക്കിട്ട് പണം ആരെങ്കിലും പണം ഒടുവില്ലല്ലോ. ഒരു പോസ്റ്ററിന് രൂപ 10 രൂപ രൂപയെങ്കിൽ ഇത്രക്കാലം പോലെ ഒരു എത്ര കോടി രൂപ. ആ കോടി മുടക്കി നിങ്ങളെ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് പേര് ചേർത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ലായിരുന്നോ? രാഹുൽ ഗാന്ധി എത്ര കോടി കൊടുക്കും ദേശയാത്ര നടത്തി? എത്ര കോടി. അതുകൊണ്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ ആളെ ചേർത്ത് നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ജയിച്ച് നിങ്ങളുടെ കഴിവുകൊണ്ടോ നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല. ഈ പാവം മുസ്ലിം സമുദായമുണ്ട്, അവര് കമ്മ്യൂണിസ്റ്റ് വിരോധം RS വിരോധം പറഞ്ഞ് നിങ്ങൾ കള്ളന്മാരെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത്. അങ്ങനെ കരുണാകരൻ മുതൽ ഇപ്പം നിങ്ങൾ ഉമ്മൻചാണ്ടി, കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി മുതൽ അന്തോണി മുതൽ എല്ലാ ഒരു മോള് ഭരണം കിട്ടിയത് ഈ കാക്കന്മാർ വോട്ട് കിട്ടിയ. ഇനി ഇത് പറ്റില്ല തന്നെ. അവർ പറയുന്നത് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട. അത് പണ്ട് അംബേദ്കർ പറഞ്ഞ്, പിന്നെ കാശിരാം പറഞ്ഞ്, ഇപ്പം മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയാണ് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങൾക്ക് വോട്ടിട്ട് ഞങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിയാണ്. ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യാനുപാതികളെ പ്രാതിനിധ്യം വേണം. നിങ്ങൾ എത്ര സീറ്റ് കൊടുക്കുമ്പോൾ 30 സീറ്റിൽ ഒരാൾ എന്നതാണ് സിദ്ദീഖിന് മാത്രം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ആണ്ടിനും അടകൊണ്ണും ഒക്കെ ഉണ്ട്. ജാനുവിന് വരെ നിങ്ങൾ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതായിട്ട് 2 സീറ്റോ 1 സീറ്റോ കൊടുക്കുമെന്ന്. CP ജോണിന് കൊടുത്തു. ഓക്കെ, ജോസഫ് ഗ്രൂപ്പ് 10 വോട്ട് 10 സീറ്റ് കുറച്ച ക്രിസ്ത്യൻ സമുദായത്തെ ഇഷ്ടക്കുറവ് വരും, അതുകൊണ്ട് പറ്റില്ല 10 സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ആർക്ക് കൊടുത്ത് നമുക്ക് വരാതില്ല, അത് അവരുടെ അവകാശം. പക്ഷേ ഈ സമുദായത്തിന് കിട്ടേണ്ട ആ 24 സീറ്റ് കോൺഗ്രസ് കൊടുത്തിരിക്കണം. ലിസ്റ്റ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും കുറവെന്നുണ്ടെങ്കിൽ കണക്ക് അക്ഷരം പതി ചെക്ക് ചെയ്യും. അവന് അടിപേര് വരെ അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇത് ഈ സമുദായത്തിൽ പെട്ടില്ല, 24 സീറ്റ് ഇല്ലെങ്കിൽ 21 ലീഗ് കള്ളന്മാരുടെ ഉള്ളതാണല്ലോ, അത് നമ്മൾ വിട്ടാൽ ഞാൻ പോട്ടേത്. ഇല്ലെങ്കിൽ വെള്ളം നക്ഷത്രം എണ്ണം CPM എണ്ണം കൊണ്ടുപോകും. മന്ദാക്കുപ്പായ നച്ചൊക്കെ വെറുതെ ആവും. നിങ്ങൾ ഇപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആൾക്കൂട്ടം സൃഷ്ടിക്കുകയാണ്. സതീഷ് വന്നപ്പോൾ ആൾക്കൂട്ടം നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല. ഒക്കെ അറിയാം. ഇടോ സതീഷ് ആൾക്കൂട്ടം ഉണ്ടായി വോട്ടാവൂലെന്ന്. വോട്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ചോദ്യം ആണ്. നേരെ മനോരമ പറഞ്ഞ പോലെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടാവണം. ഒരു പഠിക്കുന്ന കുട്ടി വലിയ പഠിത്തക്കാരനാണ്, പക്ഷെ പരീക്ഷാ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടുമോ? വോട്ട് ലിസ്റ്റിൽ പേരുണ്ടാവണം. പേരുണ്ടായി മാത്രം അതുകൊണ്ട് വോട്ട് ചെയ്യിക്കണം. ചെയ്യിച്ച വോട്ട് അങ്ങോട്ട് ഇട്ട് മാറാതെ വോട്ട് എണ്ണുന്നവർ അതിൻ്റെ പുറകിൽ ഏജന്റുമാർ കാവലിരിക്കണം. എണ്ണി അവിടെ ബുക്കിൽ അടയാളപ്പെടുത്തും, എൻട്രി ചെയ്യും. എൻട്രി ചെയ്യുന്നത് നിങ്ങൾ മാറരുത്. വോട്ടർമാരും ഏജന്റുമാരും ഒക്കെ ആ 4 പ്രക്രിയയിൽ നിങ്ങൾ എത്ര ചെയ്തിട്ടുണ്ട്? ഈ 140 സീറ്റിൽ ഏതെല്ലാം മണ്ഡലത്തിൽ എത്ര ചേർത്തിട്ടുണ്ട്? നിങ്ങൾ സ്വയം വിലയിരുത്ത്. എന്നെ ബോധിപ്പിക്കണ്ട, എൻ്റെ ഗ്രൂപ്പിനെ ബോധിപ്പിക്കണ്ട.
ജനതാദൾ രാഷ്ട്രീയം ബോധിപ്പിക്കണ്ട. നിങ്ങളുടെ യൂണിറ്റ് കൂടി തീരുമാനിക്കുക. നിങ്ങൾ പുതിയ നിങ്ങളുടെ മണ്ഡലത്തിൽ, നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ ബൂത്തിൽ എത്ര വോട്ട് ചേർത്തിട്ടുണ്ട്, എത്ര വോട്ട് ഇല്ലാതെ ഉണ്ട്, ഇല്ലാത്ത വോട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ, ഇല്ലാത്തത് കഴിയുമ്പോൾ UDF വോട്ടാണോ, അതെല്ലാം വിലയിരുത്തിയോ? നീണ്ട സമയം 5 വർഷം കഴിഞ്ഞല്ലോ. ഇലക്ഷൻ ഒരു ദിവസം വരുന്നില്ല, 5 വർഷം മുമ്പ് വന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച വരുന്നു അറിഞ്ഞാണ്. 5 വർഷം സമയം നിങ്ങൾ കിട്ടിയില്ലേ? മൊത്തം 10 വർഷം സമയം കിട്ടിയില്ലേ? എന്താണ് നിങ്ങൾ തോറ്റേണ്ട കാരണമല്ലോ? ഈ 2 ടേമായിട്ടും UDF തോറ്റയുടെ കാരണം അത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണ്ടോ? ഇല്ല. അത് തോറ്റതിന് കാരണം, പ്രധാന കാരണം അറബിക് സർവകലാശാല. നിങ്ങൾ അവർ മുസ്ലിം സമുദായത്തെ കളിയാക്കി. മലബാറിലെ മുസ്ലിങ്ങളെ 10,000 കണക്ക് 4 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്നു. ഈ സതീഷ് അന്ന് പ്രസക്തമല്ല, അന്ന് രമേഷാണ്. രമേഷ്, ഉമ്മൻചാണ്ടി, മാണിസാർ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. മാണിസാർ ചേട്ടാൻ വെച്ചത്, കുഞ്ഞാക്ക, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ, ഇതൊക്കെ കളിയാക്കി അവഹേളിച്ചവർ നിരാശരായി പോയി, നിസ്സഹായരായി പോയി. ഇനി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നില്ല. വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ശൈലി എന്നറിയോ? അദ്ദേഹം കേട്ടോ. കാൻഷിറാം, ബഹുജൻ സമാജ് പാർട്ടിയുടെ ക്യാൻഷർ ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ടാണ്. കാൻഷർ ഉണ്ടാക്കിയ പാർട്ടിയുടെ ബഹുജൻ സമാജ് പാർട്ടി. അതിൻ്റെ 10-25 വർഷം ഞാനൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കാൻഷിറാമിന് കൂടിയാണ് ഞാൻ 10-25 വർഷം പ്രവർത്തിച്ചത്. ആ കാൻഷിറാം 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ബോട്ട് ക്ലബ്ബ് മൈതാനിയിൽ അവിടെ തന്നെ ഭക്ഷണവും താമസവും അപ്പീലൊക്കെ അവിടെ ഇട്ട് വെച്ച് 40 ദിവസം നടത്തി. എന്നിട്ട് വന്ന് കോൺഗ്രസ് മണ്ഡൽ കമ്മീഷൻ കുറിച്ച് മിണ്ടിയില്ല. അവസാനം കാൻഷിറാം ഒരു കാര്യം പറഞ്ഞു, ഇനി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് വരില്ല, ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കും, ഞങ്ങളുടെ വോട്ടിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. അങ്ങനെയാണ് ബഹുജൻ സമാജ് പാർട്ടി രൂപം കൊടുത്തും 4 പ്രാവശ്യം മായാവതി മോളെ UP മുഖ്യമന്ത്രിയാക്കിയത്. UP മുഖ്യമന്ത്രി ഈക്വൽസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഈക്വൽസ് സംസ്ഥാന പ്രസിഡന്റാണ്. അതാണ് പ്രത്യേകത. അങ്ങനെയുണ്ട്. UP മുഖ്യമന്ത്രിയുടെ റാങ്ക് പ്രധാനമന്ത്രി. അങ്ങനെ 4 പ്രാവശ്യം ആ മോളെ ആക്കിയാൽ അവളെ അവസാനം അഴിമതിയൊക്കെ ചെയ്ത് BJP അവളെ ഹൈജാക്ക് ചെയ്ത് അവസാനം BJPക്ക് സപ്പോർട്ട് നിൽക്കാൻ പോകും. കാൻഷാമൻ്റെ ബുദ്ധി അല്ല അത്. അതുപോലെ അവർ പറഞ്ഞു, ഇനി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് 2% മുസ്ലിങ്ങൾ അങ്ങോട്ട് വലത്തേക്ക് നോക്കിയവർ ഇടത്തേക്കും തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമാണ് 99 സീറ്റായത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടോ പിണറായി സഖാവിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. അത് വേറെ പറഞ്ഞല്ലോ. 60 സീറ്റുള്ള ജയിക്കുന്നത് 500-2000 വോട്ടെടുക്കണം. അതിൽ ഒരു വാർഡിൽ ഒരു മണ്ഡലത്തിൽ 1.5 ലക്ഷം ആളുണ്ടെങ്കിൽ അതിൽ 2% 3000 3000 വോട്ട് കിട്ടിയാൽ ഈസിയല്ലേ. അങ്ങനെയാണ് 99 വോട്ട് കിട്ടിയത്. ഇപ്പം 98 സീറ്റ് കിട്ടിയതും. അവിടെ കമ്മ്യൂണിസ്റ്റ് കഴിവൊന്നുമില്ല. ഈ ഒരു കാര്യമുണ്ടാ. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകത്തില്ല എന്തുകൊണ്ട് അറബിക് സർവകലാശാല സമ്മതിച്ചില്ല, നിങ്ങൾ ശ്രമിച്ചില്ല. എന്താണ് ബഷീർ ഉത്തരം പറയാത്ത, എന്താ കുഞ്ഞാക്ക് ഉത്തരം പറയാത്ത? ഒരു തൊപ്പിയും താടിയും വെച്ചൊന്നും പോയി കാര്യമില്ല. ജനങ്ങൾ പഴയ സമുദായമല്ല. ഇന്ന് ഞങ്ങളെ സമുദായത്തെ വളർത്തിയെടുത്ത് മാന്യമായിട്ട് അന്തസ്സോടി അഭിമാനത്തോടി, വീണ്ടും പറയാം, തീവ്രവാദം ഭീകരവാദമൊന്നും ഇല്ലാതെ രാജ്യസ്നേഹികളായിട്ട് മനുഷ്യസ്നേഹികളായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അവർ ലക്ഷക്കണക്കിനുണ്ട് കേരളത്തിൽ. അതിൽ 10,000 കണക്കിനുണ്ട്. അവർ തീരുമാനമെടുക്കും. വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ 24% പേര് മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമുള്ള പടുവൃദ്ധന്മാരും 2 പ്രാവശ്യം കൂടുതൽ ജയിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ചുവന്ന മഷിൽ അടയാളപ്പെടുത്തും. എന്നിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രചരണം നടത്തും. ഇന്ന ആൾക്കാർ വോട്ടുകൾ ചെയ്തത്, അതില്ലാത്ത ആരും കൊണ്ട് ചെയ്യും. അവിടെ പാർട്ടി BJP ഒന്നും നോക്കണ്ട. BJP ആണെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥി 2 സ്ഥാനാർത്ഥികളും കള്ളന്മാരാണെങ്കിൽ 3-ാം സ്ഥാനത്ത് BJP ആണെങ്കിൽ ഈ 60 താഴെയുള്ളവരും പിന്നെ 2 ഒറ്റ ഭാഗം ജയിക്കാത്തെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യണം. എങ്കിലും ഇവർ പാഠം പഠിക്കുള്ളൂ. ഇപ്പോൾ KC ജോസഫ് മരിക്കോളം അസംബ്ലി ഇത് മരിക്കാൻ തീരുമാനിച്ചോ? KC ജോസഫ് അയാൾ 35-40 വർഷമായി. എന്നിട്ടും അദ്ദേഹം മത്സര സ്ഥാനത്ത് വോട്ടേജ് ലിസ്റ്റില്ല. ഇപ്പോഴും വോട്ടേജ് ലിസ്റ്റ് എടുക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഈ സഭയുടെ കാല് തിരുമ്മി, അന്ന് ആൻ്റണിയും കാല് തിരുമ്മി ഈ ആനുകൂല്യം പെട്ട്. ഇപ്പം എന്താണ് പെണ്ണേഴ്സിൽ പെട്ട് പെരുമ്പാവൂർ എൽദോസ് കുന്തപ്പള്ളി. എന്ത് യോഗ്യത എൽദോസ് കുന്തപ്പള്ളിക്ക്? പാരമ്പര്യമുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. പിന്നെ തങ്കച്ചൻ്റെ ബന്ധു, പിന്നെ എന്തുവാണ് കത്തോലിക്ക കോൺഗ്രസ് അല്ല, മറ്റേ ജേക്കബ്സ് കോൺഗ്രസ്, അങ്ങനെ ഇതുണ്ട്. സുറിയാനി അവന്
ആ ഒരു ബന്ധം ഇപ്പോൾ മറ്റുള്ള കൊടുത്തതായിട്ട് അങ്ങനെ ഓരോരുത്തരും പെറുക്കി പെറുക്കി കൊടുത്ത് അവസാനം സവഗുണ ഗുണസവ. ഇത്രയും പറയാൻ കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് UDF അത്ര ശുഭകരമല്ല. കണക്കുകൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങളെന്തൊരു ഒരു എന്താണ് മായാജാലം പോലെയാണ്, അല്ലെങ്കിൽ എന്തോ ദിവാസ്വപ്നമാണ്. നിങ്ങൾ വികാര ജീവികളാണ്. ഈ ആൾക്കൂട്ടം കണ്ടപ്പോഴാ ഇപ്പം എല്ലാം ഞങ്ങൾക്കായി എന്ത് കണ്ടീഷൻ ഞങ്ങൾക്കായതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, പറയുമ്പോൾ ഗൗരവമായിട്ട് കാര്യമില്ല. ഈ 100 വോട്ടർമാർ വന്ന് ഏട്ട് ചെയ്യുമ്പോൾ നായർ വിഭാഗത്തിൽ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്, ആ ഒരു വോട്ടാണ് LDF കിട്ടുന്നത്. ഇന്നലെ നമ്മൾ കണക്ക് പറഞ്ഞു, 9% നായരിൽ 11 മന്ത്രിമാർ, 21% ഈഴവന് 4 മന്ത്രിമാർ. അപ്പോൾ 1:36 ആയി. അവർ സമുദായ മണ്ടന്മാർ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമയായിട്ടും വിധേയമുള്ളവരുണ്ട്. അവർ പ്രതികരിക്കാൻ വെള്ളാപ്പള്ളി വളർത്തിയിട്ടുമില്ല. ഗുരുദേവൻ്റെ ആൾക്കാർക്ക് പോയി വെള്ളാപ്പള്ളി ആണല്ലോ മണ്ടന്മാരോ പ്രതികരിക്കില്ല. പക്ഷെ മുസ്ലിം സമുദായം അങ്ങനെയല്ല. ഞങ്ങൾ വളർത്തിക്കൂടെ സമുദായമാണ്. ഞങ്ങൾ പ്രതികരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്, ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോലും ചോദ്യം തെറ്റാണെങ്കിൽ വിധേയത്വം അവിടെ ഇല്ല. ഇപ്പം ലീഗ് അനുഭാവികളുണ്ടെങ്കിൽ വിധേയത്വമുണ്ട്, നേതാക്കൾക്ക് വിട്ടുപോകില്ല. കോൺഗ്രസ് അനുഭാവികളും വിധേയത്വമുണ്ട്, വിട്ടുപോകില്ല. പക്ഷേ അത് പകുതി പേര് പുറത്തേക്കാണ്. അവർക്ക് വിധേയത്വമൊന്നുമില്ല, അവർക്ക് നീതി മാത്രമേ ഉള്ളൂ. ഇത്രയും പറയാൻ കാരണം എന്തെങ്കിലും മണ്ടത്തെ കാണിച്ച് ഇപ്പം കേന്ദ്രം ഭരിക്കാൻ തോന്നി KC വീട പോലെ കുഞ്ഞാക്കായൊക്കെ അങ്ങോട്ട് പോയില്ലേ, ഡൽഹിക്ക് പോയില്ലേ, അവർ പോയി പോലെ തിരിച്ചു വന്നില്ലേ. അതുപോലെ വരാതിരിക്കുമ്പോഴാണ് വോട്ട് കിട്ടി അവസാനം പൂജയായി കിട്ടുമ്പോൾ നിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ ഇത്രയും മുന്നറിയിപ്പ് ദേവസ്വത്തോട് പറയുന്നത്. ഇനിയൊരു അവസ്ഥയില്ലാത്തതിന് വരില്ല. കുട്ടിക്ക് പനിയിട്ട് വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും, കുട്ടി കരയും. കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തില്ല ഈ രോഗം മാറുമോ? അപ്പോൾ എനിക്ക് വേണ്ടി ഇതൊക്കെ മാറ്റി വെച്ച് സതീശനെ വെള്ളാപ്പള്ളി എന്താണ് ഇതിന് രമേശിനെയൊക്കെ പൊക്കി പറഞ്ഞ് നല്ല പുള്ളിയാകാം, നിങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാം. അത് കളവും 5-ന് ആത്മാർത്ഥയല്ല. ഞങ്ങൾക്ക് ആത്മാർത്ഥയുണ്ട്. എന്താണ് ആത്മാർത്ഥ? UDF ജയിക്കണം. അതാ ഇത്രയും പറയുന്നത്. മറ്റ് കള്ളന്മാരാ കൂടെ നിന്ന് ആനുകൂല്യം പറ്റാൻ പറ്റുന്നത്. അല്ല നിങ്ങൾ നക്കാനോ കോൺഗ്രസ് പാർട്ടി നക്കാനോ UDF എന്നാക്കാനല്ല. അവസരം ഉപയോഗിച്ച് അവർക്ക് നേതാവാകാൻ വേണ്ടി ചാൻസ് കിട്ടിയ മന്ത്രിയാകാം അല്ലെങ്കിൽ MLA ആകാൻ വേണ്ടിയാണ് അവരെ വരുന്നത്. ഒരക്ഷരം നിങ്ങൾക്കെതിരെ പറയില്ലല്ലോ. ഈ CP ജോൺ പോലും ഒരക്ഷരം നിങ്ങൾക്കെതിരെ പറയാൻ പറ്റില്ല. കാരണം പാർട്ടിയുടെ വിധേയത്വമുള്ളതാണ്. അത് ഞാൻ കുറ്റപ്പെടുന്നില്ല. ഞങ്ങൾക്ക് സ്വന്തം പറയാം. അത്ര അപകടത്തിലേക്കാണ് പോകുന്നത്, അത്ര അപകടത്തിലേക്കാണ്. എന്ത് ധാരണയാണ് ഞാൻ പറഞ്ഞത്. 41 സീറ്റ് ഉള്ളിൽ ഇനി 39 സീറ്റോട് പിടിച്ചെടുക്കണം. ആ 39 സീറ്റും അങ്ങനെ മൊത്തം 80 സീറ്റ്. ഈ 80 സീറ്റ് ഏത് മണ്ഡലത്തിൽ പിടിക്കും? എവിടെ നിങ്ങൾ പിടിച്ചെടുക്കും? ഞാൻ വീണ്ടും പറഞ്ഞത്, സതീശ് വലിയ പുകച്ചും പറഞ്ഞിട്ട് നടന്ന ബോധിച്ച എപ്പോൾ ഞാൻ പിടിച്ചെടുത്തില്ലത്. പണ്ട് അത് വേറെ ആൾ പറഞ്ഞത്, സതീശൻ മാത്രമല്ല, കടന്നപ്പള്ളി അല്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ 19 സീറ്റ് കിട്ടി കോൺഗ്രസ്. അത് ഞങ്ങളുടെ ശിവരുമാലയുടെ ഗുരുത്വം എൻ്റെ കഴിവാണതാ. രണ്ടുമല്ല. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം തന്നെ 2 പഞ്ചായത്ത് ഇലക്ഷൻ, 2 അസംബ്ലി ഇലക്ഷനിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര സീറ്റ് വാരിക്കൊണ്ട് ഇങ്ങനെ ഇത് അന്ന് ശബരിമല അവിടെ ഇല്ലേ? അതൊന്നുമില്ല. ഇതാണ് നിങ്ങൾക്ക് കാര്യം അറിയില്ല, കാരണം അറിയില്ല. ദിവാസ്വപ്നത്തിലാണ്. ഞങ്ങൾ വിഷയങ്ങൾ വസ്തുത പഠിച്ചിട്ട് പറയുന്ന വ്യാകരണത്തോട് സംസാരിക്കുമല്ലോ, അതുപോലെ വസ്തുനിഷ്ഠയിൽ പഠിച്ച ശേഷം ഈ പറയുന്നത്. 41 സീറ്റുള്ള നിങ്ങൾ ഇനി 39 സീറ്റ് പിടിക്കും. എവിടുന്ന് പിടിച്ചെടുക്കും? ആരുടെ നിന്ന് പിടിക്കും? ഏത് സീറ്റ് പിടിക്കും? BJP കൂടെ ഇല്ല. അസംബ്ലിയിൽ കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ടായത്. ഇവിടെ BJP ഇല്ല, ഒരു സീറ്റ് പോലും ഇല്ല. ഉള്ളു വേണേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടക്കാണ്. അവിടെ നിങ്ങൾക്ക് ഈ 49 സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ? ചോദിക്കുക. നിങ്ങൾ 90 സീറ്റ്, നിങ്ങൾ ഏത് സീറ്റ് പിടിച്ചെടുക്കും? 49 സീറ്റ്. വെള്ളം പിണറായിക്ക് അല്പം ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതൊക്കെ താൽക്കാലികമാണെന്നേ, അതൊക്കെ മാറിയെടുക്കും. ആ ക്ഷീണം താൽക്കാലികമാണ്. പുള്ളി ചിലപ്പോൾ മാറാണെങ്കിൽ മുഖ്യ സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ ആ വിഷയമാണ് തീർന്ന്. അപ്പോൾ നിങ്ങൾ വായു പഠിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് സതീശൻജി, നിങ്ങൾ പാർട്ടിയോട് താല്പര്യമുണ്ട്, കോൺഗ്രസ് താല്പര്യമുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ചിന്തിച്ച് വോട്ടേജ് ലിസ്റ്റിൽ പേരുണ്ട് നോക്കുക. ഓരോ വാർഡ് എടുക്കുക, വാർഡിൽ കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കുക. വോട്ടേജ് ലിസ്റ്റിൽ പേര് പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എത്ര ചേർക്കാനുണ്ട് അന്വേഷിക്കുക. അതല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ കാണിച്ചുള്ള BJP ഇപ്പോൾ തൃശ്ശൂർ BJP ഭരിക്കുന്നില്ല.
ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയാണ് കേരളത്തിൽ BJP. ആ BJP തൃശ്ശൂർ 10,000 കള്ള വോട്ട് പിടിച്ചത് കള്ളവോട്ട് എന്ന് പറയാൻ പറ്റില്ല, മറ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ. അതുപോലെ ഇപ്പോൾ ആദ്യം 3,000 വോട്ട് വെച്ച് കളഞ്ഞു കഴിഞ്ഞു ഓരോ വാർഡ് നിയോജകമണ്ഡലത്തിനും. എന്നിട്ട് അവർ 5,000 വോട്ട് ചേർക്കാണ്. അത് ചേർക്കാൻ സംവിധാനം ഉണ്ടല്ലോ, ഒരു 4 നമ്പർ 60 പൂർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ബൂത്തിലിരിക്കും നിങ്ങൾ വേണ്ടിയില്ല. അവസാനം BJP തൽക്കാലം BJP ഭരിക്കില്ല. പക്ഷേ LDF ഭരിക്കുമ്പോൾ ഇനി 18 കാര്യമല്ലേ, നിങ്ങൾ പൊടിയും തട്ടി BJPയിലേക്ക് പോകും. സതീശനും കൂട്ടൊക്കെ പോകുന്നതാണ്. അവർക്ക് BJP സുരക്ഷയാണ്. അപ്പോഴും ഈ പാവപ്പെട്ട സമുദായത്തിൽ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സ് അക്ഷരം പ്രതി ഉള്ളിൽ ഇപ്പോഴും മുഴുവനും അതുപോലെ ബ്ലൂ പ്രിൻ്റ് എടുക്കുമ്പോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരും മനസ്സിലുള്ളത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. UDF ജയിക്കാൻ വേണ്ടി നല്ല നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. അതൊന്നും ഞങ്ങളെക്കൂടെ മുഴുവൻ പറയിപ്പിക്കരുത്. ഇത്രയും കാര്യം പറഞ്ഞ് അല്ലെ ഒരു ചെറിയ 2 കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. ഒന്ന്, ഞാൻ റെയിൽവേ മന്ത്രി ലാലുജിയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ച് ബന്ധമുണ്ട് റെയിൽവേ ആയിട്ട്. റെയിൽവേയിൽ ഒരു നിയമം വെച്ചുകൊണ്ടിരിക്കുമോ, നമ്മളിപ്പോൾ ഉദാഹരണമാണ് എറണാകുളം നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ കോഴിക്കോട് വരെ വയ്ക്കുക. കോഴിക്കോട് പോകുമ്പോൾ ആ ഒരു പോകുന്ന സ്ഥലത്ത് നമ്മൾ പണം കൊടുത്തു നമുക്ക് സീറ്റ് അവർ അർഹതയുണ്ട്, നമ്മളില്ല കയറിയില്ലെങ്കിലും അത് അവർ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പതല്ല, നിങ്ങൾ എറണാകുളത്ത് സീറ്റ് റിസർവ് ചെയ്തിട്ട് എറണാകുളത്ത് കയറിയില്ലെങ്കിൽ അടുത്ത ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് ആ സീറ്റ് പോകും. എന്തൊരു അനീതി, എന്തൊരു വൃത്തിയോട്, എന്തൊരു തെമ്മാടുത്താണ്. ഇതിൽ ആരെങ്കിലും വേണ്ടുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ പ്രതിപക്ഷം കൂടി വേണ്ടിയിട്ടുണ്ടാവും. അവൻ ചെല്ലുമ്പോൾ സീറ്റില്ലാതെ സീറ്റ് കൊടുത്തുപോയി. അതായത് എറണാകുളത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കോഴിക്കോടാണ് ടിക്കറ്റ് തിരിക്കാൻ അതിൻ്റെ ഫുൾ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഴിക്കോട് നമ്മൾ പോകുന്നതിന് നമ്മുടെ സീറ്റ് നമുക്ക് അവകാശമാണ്. അല്ലെങ്കിൽ 2-3 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് കിട്ടിയിൽ പിന്നെ കഴിച്ചത്. ഇത് സെയിം സ്റ്റേഷൻ കയറിയില്ലെങ്കിൽ പിന്നെ ചാൻസ് ഇല്ല. അതൊന്ന്. മറ്റൊന്ന് സന്തോഷമായിട്ട് പറയണത്, നമ്മുടെ മാധവ ഫാർമസി ജംഗ്ഷനിൽ വർഷങ്ങളായിട്ട് അവിടെ മുട്ടും മുഴുവൻ റോഡിൽ നടക്കൊക്കെ പോസ്റ്റൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഈ ഇതുണ്ടല്ലോ ട്രാൻസ്ഫോർമറൊക്കെ ഒരു നടക്കുകയും ചെയ്ത് അതൊക്കെ മാറ്റി ഒതുക്കി ഫുട്പാത്ത് പണിത് ആദ്യം ഉൾക്കാക്കി. അതിന് കാരണം എന്നറിയുമോ, മാസങ്ങൾക്ക് മുൻപ് ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു 2 ആഴ്ചയോളം ഒരു ട്രീറ്റ്മെൻറ്റ് പോയിരുന്നു. അത് ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കും കുറച്ച് നേരം. പുറത്തു പോകാൻ അനുവാദമല്ല എങ്കിൽ ഞാൻ പ്രത്യേകം സാങ്ഷൻ വാങ്ങിച്ചു അത് പുറത്ത് ഒരു ചായ കുടിച്ചാൽ നിൽക്കലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അവിടെ റോഡിൽ നടക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് ഇലക്ട്രിക് പോസ്റ്റ്, പഴയ ഇരുമ്പ് പോസ്റ്റൊക്കെ അതെല്ലാം ഇരുന്ന് എഴുതി ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിച്ച് അവർ തൽക്കാലം ആ പോസ്റ്റൊക്കെ മാറ്റി. അപ്പോൾ ട്രാൻസ്ഫോർ മാറ്റാൻ ചീമാട്ടി ചോദിച്ചപ്പോൾ ചീമാട്ടി അനുവാദം കൊടുത്തില്ല. അങ്ങനെ നടക്കുകയാണ്. ഇപ്പം അത് ഒതുക്കി വെച്ച് ഏതാണ്ട് പൂർത്തിയാക്കി. അപ്പോൾ നമ്മളുടെ ശ്രമം ഫലം കണ്ടു, അതിൽ സന്തോഷമുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താം. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.